ബി.ജെ.പി. നേതാവ് തിരുമല അനിൽകുമാറിന്റെ മരണം പോലീസ് സമ്മർദ്ദം കാരണമെന്നാണ് ബി.ജെ.പി. നേതാക്കൾ ഇതുവരെ വാദിച്ചിരുന്നത്. ഇതൊരു പുതിയ CPM-ന്റെ സ്ട്രാറ്റജിയാണ്. ഡയറക്റ്റായിട്ട് ഒരു ലീഡർ അല്ലെങ്കിൽ പ്രവർത്തകനെ ഡയറക്റ്റായിട്ട് ഇൻറ്റിമിഡേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അദ്ദേഹത്തിന് നോക്കൂ, ഇതെല്ലാം ക്രിമിനൽ ലോയിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ഇൻറ്റിമിഡേറ്റ് ചെയ്തിട്ട് സൂയിസൈഡിൽ ഡ്രൈവ് ചെയ്യുന്ന കാര്യം ഒരു നിസ്സാര കാര്യമൊന്നുമല്ല. ഇത് CPM ചെയ്ത കാര്യങ്ങളാണ്. നിങ്ങൾ അതിനെ CPM-നെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കരുത്. നിങ്ങളോട് ആരാ പറഞ്ഞു? പറയൂ അത്. എന്നാൽ പോലീസിന്റെ സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്ന ബി.ജെ.പിയുടെ ആരോപണം വ്യാജമാണെന്ന് തെളിയിക്കുന്നതാണ് പരാതിക്കാരി വത്സലയുടെ ഫോൺ സംഭാഷണം. മാത്രമല്ല, അനിലിനെ ഒറ്റപ്പെടുത്തിയത് പാർട്ടിയും സംഘത്തിന്റെ സെക്രട്ടറി നീലിമ ആർ കുറുപ്പുമാണെന്നും വത്സല പറയുന്നു. അനി പറഞ്ഞ് ഇവര് മൂന്നുപേരും നിൽക്കുക, ചേച്ചി ഒരു കാര്യം ചെയ്യണം, ചെന്ന് സിയെ കാണണം, എന്നെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, എനിക്ക് ഈ പൈസക്ക് ഒരു അധികാരവും ഇല്ലെന്നുള്ള ഇതിലാണ് അവരെല്ലാവരും കൂടെ എൻ്റെ പുറത്ത് കയറിയിരിക്കണം. അനി ചേച്ചി ഒരു കാര്യം ചെയ്യണം, കൂടെ സ്റ്റേഷനിൽ ചെന്ന് പറയണം. എന്നാൽ അവരെല്ലാരും കേട്ട് അനി അത് വേണോ, അവർക്ക് കാല് വയ്യാതെ ഇരിക്കുകയില്ലേ, എങ്ങനെ പോയി എന്നാൽ ആട്ടയിൽ വരെ പൈസ കൊടുത്ത് ആട്ടക്കാരൻ്റെ കൊടുത്ത് എനിക്ക് പൈസയും കൊടുത്താണ് ആട്ടയിൽ എന്നെ കയറ്റി വിട്ടത്. അപ്പൊ ആരും അവനെ ഭീഷണിപ്പെടുത്തിയില്ല, അനിയെ ആരും ഭീഷണിപ്പെടുത്തിയില്ല, ഒന്നും ചെയ്തില്ല. ഞങ്ങളെ കാശിന് വേണ്ടിയ മോനെ ഞങ്ങൾ എന്ന് ചോദിച്ചത്. എന്റെ മരുമോന്റെ പേരിന് അവള് കൊണ്ടുവന്ന് ക്യാഷ് കൊടുത്തു. അതിനുശേഷമാണ് ഞാൻ കൊണ്ടുവന്ന് അവളെ പേരിന് ക്യാഷ് കൊടുത്തത്. എന്റെ മരുമോനെ ഇതിന്റെ ഇടയിൽ പിടിച്ചിടേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് വേണ്ടിയാണ് എന്റെ മരുമോൻ പൈസയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടത്, അല്ലാതെ വേറെ ഒന്നും ഒരു തെറ്റും ചെയ്തില്ല. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചില്ല, ഒന്നും ചെയ്തില്ല. അത് അവിടെ ഉള്ള സംഘക്കാർ അവര് 8-9 പേരുണ്ടെന്ന് ഈ ബാങ്കിൽ ഗിരിവ് മാറി എന്റെ വീട്ടിൽ പൈസയ്ക്ക് വേണ്ടി പറയാൻ വേണ്ടി വിളിച്ചോണ്ട് വന്നതാണ്. അല്ലാതെ ഗിരി വേറെ ഒന്നുമില്ല. അതിന് വിളിച്ചോണ്ട് വന്നത് പറയാൻ ഇത്ര ദിവസത്തിനകത്ത് തരാ എന്നുള്ളത് അനിയും കൂടെയാണ് വിളിച്ചോണ്ട് വന്നത്. അല്ലാതെ അവര് ഒരു തെറ്റുകാറുമല്ല, ഒരു ഭീഷണിപ്പെടുത്തിയില്ല, ഒന്നും ചെയ്തില്ല. അങ്ങനത്തെ പയ്യനല്ല ആ പയ്യൻ. അയ്യോ, നല്ല മര്യാദയുള്ള ഒരു പയ്യനാണ്. അങ്ങനത്തെ ഒരു ഇച്ചി പോകുന്നൊരു വാക്ക് അനിയ പറഞ്ഞിട്ടില്ല. അനിയ പറയേണ്ട ആവശ്യമില്ല. അനിച്ചേട്ടാന്നാണ് ആ പയ്യൻ വിളിച്ചത് പോലീസുകാർ. അല്ല, ഇല്ലാത്തത് അത് ഇത്രയും ഉണ്ടാക്കണ ലേഡിയാണ്. കുറച്ച് പൈസയെങ്കിലും എനിക്ക് കൊണ്ട് തരാൻ വേണ്ടി പറഞ്ഞതാണ് ചികിത്സയ്ക്ക്. ഞാൻ പറഞ്ഞു എനിക്ക് അത്രയും കൊണ്ടുപോയാൽ പറ്റൂല, ചിത്രയിലാണ് കൊണ്ട് കാണിക്കാൻ. നരമ്പിന്റെ ഓർമ്മ പെശവ് ഇപ്പൊ പറഞ്ഞാൽ പിന്നെ അത് മറന്നു പോകും. അങ്ങനത്തെ ഓർമ്മ പെശവിലാണ് 38 ദിവസം വരെ ICUയിൽ കിടന്ന ആളാണ്. വസ്തുത മറച്ചുവെച്ച് CPIM-ന്റെയും പോലീസിന്റെയും തലയിൽ കെട്ടിവെക്കാനാണ് ബി.ജെ.പി. ശ്രമിച്ചത്.